ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ സഭ 50 നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാലത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പ്രിയപ്പെട്ട എല്ലാ ഇടവജനങ്ങളും, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രിയ സഹോദരങ്ങളും ഒക്കെ ചേർന്ന് ഈ കാലഘട്ടത്തെ ആധുനികമായ അനുഭവങ്ങളിലൂടെ പുതുതലമുറകളിലേക്കും പകർന്നു വെക്കുവാൻ പ്രയത്നിക്കുന്നത് ഏറ്റവും ശ്ലാഘനീയവും പ്രാർത്ഥനയോടുകൂടെ അതിന്റെ ഒപ്പം ചേരുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളെ കീറിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം. നോമ്പ് എന്ന വാക്ക് LENT എന്ന ഒരു വാക്കിലൂടെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ആ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നത്, അതിലെ ആദ്യത്തെ അക്ഷരമായ L എന്ന വാക്കിലൂടെ ചില കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കാനുള്ള, അതായത് നമ്മൾ ലീവ് ചെയ്യേണ്ടുന്നതായ ചില കാര്യങ്ങളെയും അതോടൊപ്പം തന്നെ നമ്മൾ ലവ് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെയുമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ലീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടുന്നത് ഈ കാലഘട്ടത്തിൽ? പ്രധാനമായും ലസ്റ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. അതിയായ ആഗ്രഹത്തോടെ നമ്മൾ എന്തിനെയൊക്കെയാണോ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അധികാരമാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എന്തുമാകാം, ആഗ്രഹങ്ങളാകാം, അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടുന്ന ഒരു കാലമാണ്. രണ്ടാമത് ലിക്വർ എന്നുള്ളതാണ്. ലഹരികളാണ് പലപ്പോഴും പല മനുഷ്യരെയും കുഴിയിലേക്ക് പതിപ്പിക്കുന്നത്. എന്നാൽ കുഴിയിലായിരുന്നിട്ടും യൗസേപ്പ് വരുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ മാതൃകയാണ്. പിന്നീട് നമ്മൾ കാണുന്ന ലോട്ടറി എന്നുള്ളത്, ഒരുപാട് മനുഷ്യരുടെ ജീവിതം അധ്വാനിക്കാൻ ഇഷ്ടപ്പെടാതെ ഭാഗ്യങ്ങൾ തേടി പോകുമ്പോൾ അതവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഭാഗ്യവാന്മാർ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് നമ്മുടെ ജീവിതത്തിൽ അതിയായ ചില സ്വപ്നങ്ങളെ നമ്മൾ അധ്വാനമില്ലാതെ തേടിപ്പോകുന്നത് അപകടമല്ലേ? ലൈസ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. സത്യാനന്തര ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യമേതെന്ന് ആരും പറയുന്നില്ല, ആർക്കും പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നില്ല. സത്യം പറയുന്നവന്റെ ജീവിതം ഏതവസ്ഥയിലായി തീരും. അതുകൊണ്ട് നമ്മൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ലേസിനെസ് എന്നുള്ളതാണ്. ഈ പുതിയ ലോകത്തിൽ ഡിജിറ്റൽ ഡാർക്ക്നെസ്സിലൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ലേസിനെസ് എന്നുള്ളത് നമ്മുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് നമ്മൾ അവിടെ ഇടുകയും, എന്നാൽ യഥാർത്ഥമായ നോമ്പിന്റെ വഴികൾ എന്നുള്ളത് സ്പിരിച്വൽ ഫുട് പ്രിന്റ്സിനെ നമ്മൾ തേടുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ലസ്റ്റിനെയും ലിക്വറിനെയും ലോട്ടറിയെയും ലൈസിനെയും ലേസിനെസിനെയുമാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടുന്നതെങ്കിൽ, ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെയൊക്കെയാണ് പ്രണയിക്കേണ്ടുന്നത് എന്നതാണ് ആ എന്ന വാക്കിൽ തന്നെ തുടങ്ങുന്ന വാക്കുകളിലൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒന്നാമതായി കാണുന്നു, നമ്മൾ ലീൻ ഓൺ ഗോഡ്, ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടുന്നത്, മറ്റൊന്നിലുമല്ല. ഏത് കാലഘട്ടത്തിലും നമ്മൾ വിജയിച്ച മനുഷ്യരെ നോക്കുമ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിച്ചവരാണ്. അതോടൊപ്പം തന്നെ ലവ് ഗോഡ് ആൻഡ് അവർ ഫാമിലി ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് രണ്ടാമത്തേത്. നമ്മളുടെ കുടുംബത്തെ സ്നേഹിക്കുവാൻ, നമ്മുടെ തലമുറകളെ സ്നേഹിക്കാൻ, സമൂഹത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത് ലേൺ എന്നുള്ളതാണ്. പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. പലരുടെയും ജീവിതം അവസാനിച്ചു പോയി എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ പഠിക്കുക എന്നുള്ളത്, ലേൺ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നാലാമത് ലിവ് എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കണം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതം നശിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ലൈവായി നമ്മുടെ ജീവിതത്തെ കാണുക, ലിവ് ചെയ്യുക എന്നുള്ളത്, നമുക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി, മനസ്സിന് വേണ്ടി, ആത്മാവിന് വേണ്ടി നമ്മൾ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. LENT എന്ന വാക്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. എന്നാൽ അഞ്ചാമതായി നമ്മൾ വന്നെത്തുന്നത് LEND എന്നൊരു വാക്കാണ്. ലെൻഡ് എ ഹാൻഡ്. ഈ നോമ്പിന്റെ അനുഭവം, നമ്മുടെ 50 നോമ്പൊക്കെ പൂർത്തിയാക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ ഒരു കൈ കർത്താവിന്റെ വലങ്കൈ ചെല്ലുന്നത് പോലെ നമുക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമാണ്. എംബ്രൈസ് പെൻഗ്വിൻ എന്നുള്ളതായ ഒരു വീഡിയോ ഈ കാലത്തെ ചിന്തിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചേർത്ത് നിർത്താം പലരെയും. ഈ നോമ്പ് അതിനാകട്ടെ ഉപേക്ഷിക്കേണ്ടുന്നതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കേണ്ടുന്ന എന്തിനെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, തലമുറകൾക്ക് വേണ്ടി നോമ്പെടുക്കുവാൻ നമുക്കൊരുങ്ങാം. ആ ഓരോരുത്തരുടെ ഉള്ളിലും ഈ നോമ്പ് അനുഗ്രഹത്തിൻ്റെതാകട്ടെ. കരങ്ങൾ കൂപ്പുകയും മറ്റുള്ളവരിലേക്ക് കരങ്ങൾ നീട്ടുകയും ചെയ്യുന്ന നന്മയുടെ അനുഭവത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.